ഹലോ, മമ്മീസ് വെള്ളന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ല ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 3 കരിമ്പ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് ചെത്തി ക്ലീൻ ചെയ്തെടുക്കണം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലി കളയാനും ഇതൊന്ന് വെട്ടിയെടുക്കാനുമായിരിക്കും കുറച്ച് പാട്. ഈ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ഒന്നൊന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിമ്പ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് ആദ്യം വരണം. ഈ ഒരു പരുവത്തിലെല്ലാം നന്നായിട്ടൊന്ന് ഒതുക്കി ഒന്ന് പൊടിഞ്ഞു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസിന് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും കൂടി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഈ പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു അരിപ്പയോ വെച്ച് കൊടുക്കാം. തോർത്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ കരിമ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയാണ് എടുത്തേക്കുന്നത്. നാരങ്ങ ജ്യൂസ് ഇതിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അതിൻ്റെ കുരു ഒന്നും ചാടാത്ത രീതിയിൽ ഈ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കരിമ്പിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ കരിമ്പിൻ ജ്യൂസ് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് നമ്മുടെ മിക്സിൻ്റെ ജാറിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലേ കരിമ്പിൻ ജ്യൂസ് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. ബൈ.